ഞാനും എൻ്റെ കെട്ടിയോനും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു പോക്ക് നമ്മുടെ ട്രെൻഡിങ് പ്ലേസായ മലരിക്കൽ ആമ്പൽവസം കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 61 കിലോമീറ്റർ ദൂരം അങ്ങോട്ടേക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കാണ് പ്രിഫർ ചെയ്തത്. കാരണം ഒരുപാട് റീൽസൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ കാർ ആ ഭാഗത്തേക്ക് കയറ്റാനേ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ആ മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു രാവിലെ ഞങ്ങളൊരു 6:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 8:30 നല്ല വെയിൽ അങ്ങ് മൂത്ത് വന്ന സമയമായതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പ്ലേസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു ആമ്പലിനേക്കാൾ കൂടുതൽ അവിടുത്തെ ടൂറിസ്റ്റുകളായിരുന്നു തോന്നുന്നു. കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ റീൽസ് റെഫറൻസ് ഉണ്ടല്ലോ, അതിൽ പറയുന്ന ലൊക്കേഷൻ വലിയ വീട്ടിൽ അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ലോക്കൽ സപ്പോർട്ടിനോടിനോടൊക്കെ ആ സ്ഥലം ചോദിച്ച് അവിടെ എത്തി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നല്ല നടപ്പുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ട് പോവില്ല. ഇതാണ് അവിടുത്തെ ആ റോഡിൻ്റെ അവസ്ഥ. ഈ ഭാഗം ടാറിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതും കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോൾ നല്ല ചെളിയാണ്. മീൻസ് നമുക്ക് വണ്ടികളൊക്കെ അങ്ങോട്ട് പോയി അവിടെ ഒട്ടും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വെച്ചിട്ട് അത് കുറച്ചധികം ദൂരം തന്നെ അങ്ങോട്ടേക്ക് നടന്ന് അമ്പലം കാണാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നിന്നത്. കാരണം ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അധികം ക്രൗഡില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി. നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുട്ടനാടൻ കാഴ്ചകൾ പോലത്തെ സംഭവമൊക്കെ കണ്ടു. ഇതൊരു ഫാമിൽ ഡക്കാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നടന്ന അവസാനം ഞങ്ങളിതാ കണ്ടത് ഈ ഒരു സംഭവമാണ്. ഏകദേശം 2.5 കിലോമീറ്ററോളം നടന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ നമുക്ക് പോകാനുള്ള വഞ്ചികളൊന്നും ഉണ്ടായിരുന്നില്ലേ. അട്ടപടലം 3G ആയി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ദൈവദൂതയെ പോലുള്ളൊരു ചേച്ചി, അതും രാജമ്മ ചേച്ചി, നമ്മുടെ അടുത്ത് ഞങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാരത്തി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ ഞങ്ങൾ രണ്ടും നേരെ വഞ്ചിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ നല്ല വെയിലായതുകൊണ്ട് ഞാൻ കുടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ നിന്നത്. മഴ പ്രതീക്ഷിച്ചാൽ പോയത്, പക്ഷെ കുട കൊണ്ടുപോയത് ഇങ്ങനെ ഉപകാരം. ചേച്ചിയുടെ പേരെന്താ? അല്ല, പേരെന്താന്ന് വെച്ചാൽ ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നും ഏതോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആസ്വദിക്കുകയായിരുന്നു. പക്ഷെ വെറുതെ പേടിച്ചിട്ടാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ പ്രതീക്ഷിച്ച, അതായത് റീൽസിൽ കണ്ട പോലത്തെ ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല. മേ ബി ആ ഒരു ടൈം ആയതുകൊണ്ടാവാം. എന്നാലും 8:30 എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൂത്ത് നിൽക്കുന്നതായിട്ടൊന്നും തോന്നിയില്ല. ഒരുപാട് പേര് വന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് പോയി അവിടെ വിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വഞ്ചിയിലെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് സിറ്റുവേഷൻ. കാരണം അത്രയ്ക്ക് ചെളിയായിരുന്നു അവിടെ. വരാൻ ഉദ്ദേശിക്കുന്നവർ നമുക്ക് ഇവിടെ നിന്ന് മലരിക്കൽ എത്തുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് 1000 രൂപയാണ് പ്രൈസ് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് വലിയ വീട്ടിൽ അമ്പലത്തേക്ക് പോകുന്ന ലൊക്കേഷനിൽ കുറച്ച് മോശം വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. പകുതി വരെ ടാറിട്ട റോഡ്. അവിടെ നിന്ന് പകുതി എത്തുമ്പോഴേക്കും അവിടെ ഒരു ചേട്ടനുണ്ട്, വഞ്ചിക്കാരൻ. പുള്ളി പറയുന്നത് 500 രൂപയാണ്. എന്നിട്ട് അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു രാജമ്മ ചേച്ചിയുണ്ട്. പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് പറഞ്ഞ വില 300 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടു ഗൈസ് ആ പ്രതിഭാസം. പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ വഞ്ചി എന്ന് പറയുന്നത് ഒരു സാധാ വെള്ളമാണ്, മറ്റേതെന്ന് പറയുന്നത് എൻജിൻ വെച്ചിട്ടുള്ള വഞ്ചിയാണ്. സോ ആ ഒരു ഇതുള്ളത് കൊണ്ടാവാം മേ ബി ആ ഒരു പ്രൈസ് പറഞ്ഞത്. പക്ഷെ കാണുന്ന വ്യൂ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിടിച്ചു. വന്ന സംഭവം നടന്നതുകൊണ്ട് പിന്നെ വേറെ സ്പോട്ടിലേക്കൊന്നും പോയില്ല. നല്ല വെയിലും മഴയായിട്ട് മാറി മാറി നിൽക്കുന്ന കാലാവസ്ഥയുണ്ട്. വേഗം ഞങ്ങൾ വീട് പിടിച്ചു. അപ്പോൾ മലരിക്കൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നായിട്ടൊന്ന് ലൊക്കേഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ അട്ടപടലം 3G ആവും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.